ഇന്ന് ധനുമാസത്തിലെ തിരുവാതിര, കൂടാതെ ജനുവരി 3 റിച്ചുവിൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. നമുക്കിന്ന് അമ്പലത്തിലൊക്കെ പോകാനുണ്ട് കേട്ടോ. അങ്ങനെ ഏട്ടൻ വരുമ്പോഴത്തേക്ക് കുളിച്ച് റെഡി ആയിക്കോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റലൊക്കെ കഴിഞ്ഞ് 7 മണിയാകുമ്പോഴത്തേക്ക് സാരി എടുത്തിട്ട് ഒരുപാടായതുകൊണ്ട് ഇത് ഉടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. കാരണം അല്ലുണ്ടായതിന് ശേഷം ഞാൻ സാരി എടുക്കാൻ വല്ലാണ്ട് പോവാറില്ല. കാരണം അവനെ മാനേജ് ചെയ്യലും സാരി മാനേജ് ചെയ്യലും കൂടെ നടക്കുള്ള കാര്യമല്ല. പിന്നെ പ്രത്യേകിച്ച് ഹൈറ്റ് കുറവായതുകൊണ്ട് സാരി കുറച്ച് തോനെയുണ്ടാവും പിടിക്കാൻ. അങ്ങനെ എന്തായാലും അത് ഉടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് സാരിക്ക് മേടിച്ചുകൊണ്ടുവന്ന് അയൺ ചെയ്യലും ഒക്കെ ചെയ്തപ്പം രാവിലെ പെട്ടെന്ന് അത് കണ്ട് കൊടുത്തു കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ നേരെ പോയത് പരിയാരപുരത്തേക്കാട്ടോ. അവിടെ പോയി കുറച്ച് നേരം പ്രാർത്ഥിച്ച് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ വിട്ടത് കാരാട് ഒരു അമ്പലത്തേക്കാണ്. കാരാട് പോയത് ഏട്ടൻ കുറച്ച് മുന്നേ പോയൊരു അമ്പലമാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ടൈം ആട്ടോ പോകുന്നത്. അങ്ങനെ അങ്ങോട്ട് പോയി. ഇത് തന്നെ റോഡ് സൈഡിൽ തന്നെ കുറേ അങ്ങോട്ട് കുറച്ച് കണ്ട് ഇറങ്ങിയിട്ടുള്ളൊരു അമ്പലമാട്ടോ. ഭദ്രകാളീൻ്റെ ക്ഷേത്രമാണ്. അപ്പം അവിടെയാണ് പ്രധാന പ്രതിഷ്ഠ വരുന്നത്. പിന്നെ ഇവിടെയൊക്കെ അയ്യപ്പസ്വാമീൻ്റെ ആയിട്ടും നാഗങ്ങളുടെ ആയിട്ടും പിന്നെ കാളി അങ്ങനെ ഓരോരോ ഭുവനേശ് അങ്ങനെ എന്തൊക്കെയൊക്കെയോ പ്രതിഷ്ഠ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ചായ കുടിച്ചു. അവിടെ പുഴുക്കും ചായ ഉണ്ടായിരുന്നു. തിരുവാതിര ആയതുകൊണ്ട് പുഴുക്കുണ്ടായിരുന്നു. അങ്ങനെ അത് കുടിച്ചു. അത് കഴിഞ്ഞ് ആ ഒരു സ്റ്റെപ്പ് ഫുള്ള് കയറിയപ്പോഴത്തേക്ക് തിന്ന പുഴുക്ക് തേച്ച് പോയേ. പിന്നെ നമ്മൾ കക്കോവൂർ അമ്പലമുണ്ട്. എന്താണ് ഇരിയുന്നമ്പലോ അങ്ങനെ എന്തോ എന്ന് പറഞ്ഞിട്ടൊരു അമ്പലമുണ്ട്. പേര് ക്ലിയർ അല്ല കേട്ടോ. അങ്ങനെ അങ്ങോട്ട് പോയി. അത് ചോദിച്ച് പോയതാട്ടോ. കാരണം വഴി കൺഫേം അല്ലായിരുന്നു. ഇതിന് മുന്നേ എന്നോ ഒരു വട്ടം ഏട്ടൻ വന്നിട്ടുണ്ട്. കാടിൻ്റെ ഉള്ളിലുള്ളൊരു അമ്പലം എന്നൊക്കെ പറഞ്ഞ് വന്നത്. ഇത് ശരിക്കും ഒരു പുഴയുടെ തീരത്ത് കുറച്ച് സ്റ്റെപ്പ് കയറി പോന്നിട്ട് അവിടെ ആട്ടോ ഈ അമ്പലം ഉള്ളത്. അങ്ങനെ മഹാവിഷ്ണുവാണ് പ്രതിഷ്ഠയായിട്ട് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് ഏകദേശം പൂജയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒരു 9 മണി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പൂജയിലൊക്കെ പങ്കെടുത്തു. പിന്നെ തൊഴുതു. അവിടെ ഒരു ഗുരുവിൻ്റെ ഇതാട്ടോ. ഗുരു തപസ് ഇരുന്നിട്ട് അവിടെ ഒരു പുറ്റ് പോലെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇവിടുന്ന് പായസം കിട്ടിട്ടോ. എന്നുവെച്ചാൽ പൂജ കഴിഞ്ഞ് നട അടയ്ക്കും ക്കുമ്പോഴത്തേക്ക് ഇവിടെ പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പായസമൊക്കെ കിട്ടി. അതിനിവിടെ നന്നായിട്ട് കുടിച്ചു. നമ്മൾ തിരുവാതിര നോക്കിക്കൊണ്ട് പാൽപ്പായസം കുടിക്കാൻ കഴിഞ്ഞില്ല. പാൽപ്പായസത്തിനാണ് മെയിനായിട്ട് അമ്പലത്തിൽ പോകുമ്പോൾ കിട്ടിയാൽ മതിയെന്ന് വിചാരിക്കും. അതിനും വേണ്ടി മാത്രം അമ്പലത്തിൽ പോയി ഷീട്ടാക്കാറുണ്ടായിരുന്നു പാൽപ്പായസം കിട്ടാൻ. പിറന്നാളൊന്നും അവിടെ നിന്നില്ല. വെറുതെ പോയി ഷീട്ടാക്കും പായസം കിട്ടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവിടെ നന്നായിട്ട് കുടിച്ചു. നമ്മളിങ്ങോട്ട് പോന്നേ. അങ്ങനെ പോരുന്ന വഴിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. കാരണം ഈ ഒരു കമ്മൽ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഇടുന്നൊരു കമ്മലാട്ടോ. ഇങ്ങനെ പട്ടുപാവാട ഇടുമ്പോഴോ സാരി എടുക്കുമ്പോഴോ മാത്രമേ ഞാൻ ജിമിക്കിലേക്ക് ഇടാറുള്ളൂ. അത് ഇടുമ്പോൾ നമുക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നും. കാരണം കുറേ കാലം സ്റ്റഡ് ഇട്ടിട്ട് പിന്നെ തൂങ്ങലിടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി പിന്നെ ഇനി സാരി എടുത്ത് കുറച്ച് ഫാഷൻ ഷോ കാട്ടിയില്ലെങ്കിൽ എമോഷനല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് പിന്നെ കാണാം. അപ്പോൾ ബൈ.